ഓക്കെ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഒരു പുതിയൊരു കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അയർലാൻഡിൽ ലാൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു മേജർ കൺസേൺ ട്രാവലിംഗ് ലീവ് കാർഡായിരുന്നു. സോ നമുക്ക് എങ്ങനെ ഇന്നൊരു ട്രാവലിംഗ് ലീവ് കാർഡ് എടുക്കാമെന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് ടൈപ്പ് ട്രാവലിംഗ് ലീവ് കാർഡ് ഉണ്ടാവും. ഈ യങ് അഡൽട്ട് ട്രാവൽ ലീവ് കാർഡ് ഉണ്ടാവും, സ്റ്റുഡൻറ്റ് ലീവ് കാർഡ് ഉണ്ട്. ദെൻ പിന്നെ സ്റ്റുഡൻ്റ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലീവ് കാർഡുകളുണ്ട്. സോ നമ്മൾ യങ് അഡൽട്ട് ആൻഡ് സ്റ്റുഡൻറ്റ് ലീവ് കാർഡ് ഇതിനെ കുറിച്ചിട്ടും നമുക്ക് നോക്കാം. സോ ഇതായിരുന്നു സ്റ്റുഡൻറ്റ് ലീവ് കാർഡ്. ഞാൻ ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലീവ് കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത് ചിലപ്പോൾ നാട്ടിലെ ടൈം സോണിലായിരിക്കും കിടക്കുന്നുണ്ടാകും. അപ്പോൾ ലീവ് കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ഐറിഷ് ടൈം സോണിലേക്ക് അത് മാറ്റി വെക്കണം എന്നുള്ളതാണ്. ദെൻ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ആക്കുക, സ്റ്റുഡൻറ്റ്സ് ലീവ് കാർഡ് ഇൻ അയർലാൻഡ് ചുമ്മാ അടിക്കുക. അപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ലീവ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ, യങ് അഡൽട്ട് ആൻഡ് സ്റ്റുഡൻറ്റ് ലീവ് കാർഡ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിന് രണ്ട് ടൈപ്പ് കാർഡാണ് വരുന്നത്. ഒന്ന് യങ് അഡൽട്ട്, ഒന്ന് സ്റ്റുഡൻറ്റ് ലീവ് കാർഡ്. ഇതിനകത്ത് യങ് അഡൽട്ട് എന്ന് പറയുന്നത് അതിനകത്ത് മെൻഷൻ ചെയ്ത പോലെ തന്നെ 26 ഏജിന് താഴെയുള്ള സ്റ്റുഡൻസാണ്. ദെൻ പിന്നെ 26 എബവ് ഉള്ള എല്ലാവർക്കും സ്റ്റുഡൻസിനെല്ലാം നമുക്ക് സ്റ്റുഡൻറ്റ് ലീവ് കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 വയസ്സിന് മേലുള്ള എല്ലാവർക്കും നമ്മളിപ്പോൾ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് യൂണിയനകത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പെർട്ടിക്കുലർ കോളേജിൻ്റെ സ്റ്റുഡൻറ്റ് യൂണിയനോ അല്ലെങ്കിൽ ലീവ് കാർഡ് ഏജൻറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഒരു കൺഫർമേഷൻ ഐ.ഡിയും നമ്മുടെ കോളേജിൻ്റെ ഓഫർ ലെറ്റർ, നമ്മുടെ പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ യങ് അഡൽട്ട് സ്റ്റുഡൻസിന് എന്നുണ്ടെങ്കിൽ അത് ബൈ പോസ്റ്റൽ അഡ്രസ്സാണ് നമുക്ക് വരുന്നത്. ഐ തിങ്ക് ഒരു 5 to 7 days അത് എടുക്കും. ഓക്കെ, നമുക്കത് വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഇവിടെ നമുക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈയിലേക്ക് പോകാം. ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ന്യൂ കാർഡ് എന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ജസ്റ്റ് നമ്മുടെ ഇയർ സെലക്ട് ചെയ്യുന്നു, മന്ത് സെലക്ട് ചെയ്യുന്നു, ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ഐ ആം നോട്ട് റോബോട്ട് ഒരു വെരിഫിക്കേഷൻ ചെയ്യുന്നു. ജസ്റ്റ് എല്ലാം ടിക്ക് ചെയ്യുന്നത്. അതായത് 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്റ്റുഡൻറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. നമ്മുടെ ഓഫർ ലെറ്ററോ, കോളേജിലെ ഓഫർ ലെറ്ററോ സംതിങ് അത് മതിയാവും. സ്റ്റുഡൻറ്റ് ഐ.ഡി കാർഡോ അത് മതിയാവും. അത് 14 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഏജൻറ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇത് 26 ഇയർ ഏജ് മേളിലുള്ളവർക്കാണ്, അല്ലാത്തവർക്ക് പാറ്റേൺ വേറെ ആയിരിക്കും. ദെൻ നമ്മുടെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നു, നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നു. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് നെക്സ്റ്റിലേക്ക് അടിക്കുന്നു. പിന്നെ വരാൻ പോകുന്നത് ഇവിടെ ടേക്ക് സെൽഫി അല്ലെങ്കിൽ ചൂസ് ഫയൽ. ഇത്രയും ഒരു സ്റ്റെപ്പാണ് വരുന്നത്. ബർത്ത് ഡേറ്റ്, ഫേഷ്യൽ ഇമേജ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, കാർഡ് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, കൺഫർമേഷൻ. ഇത്രയാണ് പ്രോസസ്സ് വരുന്നുണ്ടായിരുന്നത്. ഇതിൽ ഫേഷ്യൽ ഇമേജിനകത്ത് നമ്മുടെ ഒരു സെൽഫി ഏതെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഞാനിവിടെ മുന്നേ എടുത്തിരിക്കുന്ന ഒരു പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഓൾറെഡി എടുത്തതാണ്. ഓക്കെ, നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് സ്ക്രീനിലേക്ക് വരുന്ന വിധത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇവിടെ കൺഫേം ഫോട്ടോ കൊടുക്കുന്നു. ജസ്റ്റ് താഴെ വന്നാൽ നെക്സ്റ്റ് അടിക്കാൻ പറ്റും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതടിക്കേണ്ട ഒരു ബോക്സാണ് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ആസ് പെർ നമ്മുടെ പാസ്പോർട്ട് അടിച്ചു കൊടുക്കുക, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക, കൺഫേം ചെയ്യുക, EIR കോഡ് അടിച്ചു കൊടുക്കുക, നമ്മുടെ ഇപ്പോൾ ഐറിഷ് അഡ്രസ്സിൽ EIR കോഡ് അടിച്ചു കൊടുക്കുക, നമ്മുടെ കോളേജ് ഡീറ്റെയിൽസ്, കോളേജ് നെയിം, സ്റ്റുഡൻറ്റ് ടൈപ്പ്, നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ, അണ്ടർ ഗ്രാജുവേറ്റ് ആണോ, നമ്മൾ ഡിപ്ലോമയാണോ, ഏതാണ് കോഴ്സ് വെച്ചാൽ അത് നമുക്കിവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ അത്രേ ഉള്ളൂ. ഇവിടുത്തെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാർഡ് ടൈപ്പ് ഡീറ്റെയിൽസ് ആണ് വരുന്നുണ്ടായിരുന്നത്.
നമ്മുടെ കാർഡ് ടൈപ്പ് ഡീറ്റെയിൽസിനകത്ത് ഞാൻ യൂസ് ചെയ്തത് നിയോ DCB കാർഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നിയോ DCB കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷനകത്ത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് അലോ ചെയ്ത് കൊടുക്കണം കേട്ടോ. ദെൻ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ തോമസ് കുക്ക് കാർഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ പേയ്മെൻറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ 10 euro ആണ് നമ്മുടെ അടുത്ത് പിടിക്കുന്നുണ്ടായിരുന്നത്. അതിനകത്ത് 5 euro നമ്മുടെ കാർഡിനകത്ത് ഓൾറെഡി ഇൻബിൽഡായിട്ട് ഉണ്ടാവും. നമുക്ക് ആ 5 euro നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്രാവലിന് വേണ്ടിയിട്ട്. ദെൻ നമുക്കൊരു മെയിൽ വരുവേ. യെസ്, നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു മെയിൽ വരും. ജസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് എന്നുകൊണ്ട് നമുക്കൊരു കാർഡ് നമ്പറും വരും, കാർഡ് ഓർഡർ നമ്പർ വരും. ഈ നമ്പറാണ് നമ്മൾ അവിടെ സ്റ്റുഡൻസ് യൂണിയനകത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. ഞാനിനി ജസ്റ്റ് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും എന്നുള്ളത് കാണിച്ചു തരാവേ. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് വെയർ ടു കളക്ട് യുവർ ലീവ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് 26 years എബോവ് ഉള്ളവർക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് അവരുടെ EAR കോഡ് അഡ്രസ്സിലേക്കാണ് വരുന്നുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് ഏജൻസ് ഉണ്ടായിരുന്നു. ഈ ഏജൻസിനകത്ത് പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ATU സ്റ്റുഡൻസ് യൂണിയനിൽ പോയി കളക്ട് ചെയ്യാം, ATU ഗാൽവേ സ്റ്റുഡൻസ് യൂണിയനിൽ പോയി കളക്ട് ചെയ്യാം, DCU സ്റ്റുഡൻസ് യൂണിയനിൽ പോയി കളക്ട് ചെയ്യാം. ഇത്രയും സ്റ്റുഡൻസ് യൂണിയൻ ഗ്രിഫിത്ത് കോളേജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രിഫിത്ത് കോളേജാണ്, ഞാൻ ആ സ്റ്റുഡൻസ് യൂണിയനിൽ പോയിട്ടാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇത്രയും ഏജൻസ് ഉണ്ട്. ഇതിലെവിടെ പോയാലും നമുക്ക് നമ്മുടെ ആ വോട്ടർ കൺഫർമേഷൻ നമ്പറും ഓഫർ ലെറ്റർ പിന്നെ നമ്മുടെ ഒരു പാസ്പോർട്ട് ഇത്രയും കൊണ്ടുപോയാൽ നമുക്ക് ആ സ്റ്റുഡൻസ് ലീവ് കാർഡ് അപ്പം തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു.